അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മുടെ ചാനലിലെ ആദ്യത്തെ കുക്കിംഗ് വ്ളോഗായിട്ട് വേണമെങ്കിൽ പറയാം. അതായത് എന്ത് ഐറ്റം എന്നുള്ളത് ഞാൻ പിന്നാലെ പറയാം. പക്ഷേ നമ്മൾ ഈ ഐറ്റം ഉണ്ടാക്കുന്നത് ഈ വക നാടൻ ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ്. പച്ചക്കുരുമുളക് അരച്ച് ചേർത്ത ഒരു സ്പെഷ്യൽ ഐറ്റം എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ബാ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി മസാല സെറ്റ് ചെയ്തെടുക്കുക. ദേ പച്ചക്കുരുമുളക്, ഇഞ്ചി, അതേപോലെ തന്നെ വെളുത്തുള്ളി. നമ്മളെ കൂടുതൽ സാധനങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. മസാല ആഡ് ചെയ്യും വളരെ കുറച്ച്. അപ്പോൾ ഒരു ഞൊടിയിടയിൽ നമ്മൾ മസാല റെഡി ചെയ്യും. അപ്പോൾ നമ്മുടെ പച്ച മസാല സെറ്റായിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിൽ നമ്മൾ കുറച്ച് വേപ്പില, മല്ലിയില, പുതിന അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ദൈവത്തിന് വിളിച്ച് കുക്ക് ചെയ്യാണ്, കാരണം ആദ്യമായിട്ടാണ് എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉരുളിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുപ്പിൽ നമ്മൾ ഉരുളി വെച്ചു. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ നോക്കി കൊടുക്കാം. അജാവായിട്ടുള്ള മസാല നമുക്ക് ആഡ് ചെയ്യാം. മസാല മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ സവാള കുട്ടന്മാരെ തട്ടിയിടാം. മസാല സവാള കൂടിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുമ്പോൾ ഓവർ മസാലകളൊന്നും വേണ്ട. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ കറി മസാലപ്പൊടി അത് വളരെ കുറച്ച്. മുളക് പൊടി വളരെ കുറച്ച് മതി, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി. കാരണം നമ്മൾ ഓൾറെഡി പച്ചക്കുരുമുളക് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇവരൊക്കെ കൂടി നമുക്ക് ഒന്നിപ്പിക്കാം. കാരണം മസാല ഒക്കെ കൂടിച്ചേരുമ്പോൾ നമ്മുടെ ഫൈനൽ നല്ല ചൂടുവെള്ളം വെച്ച് ഇതിനൊന്ന് സെറ്റാക്കി എടുക്കാം. നമ്മളിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. അങ്ങനെ നമ്മുടെ സസ്പെൻസ് റിവീൽ ചെയ്യാനായിട്ടുള്ള സമയം. ഇത്ര നേരം നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? ദേ ഇവന്മാരെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല പോത്തുംകാല് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു 2, 3, 4 ചിലപ്പോൾ 5 അല്ലെങ്കിൽ 6 മണിക്കൂർ നേരത്തെ പ്രോസസ്സാന്ന് പറഞ്ഞേക്കണേ. ഫസ്റ്റ് ടൈമാണ്, അറിയില്ല. നമ്മുടെ മെയിൻ വേന്ദ്രന്മാരെ ഇതിനുള്ളിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഈ ഗ്രേവി ഇങ്ങനെ ഒഴിച്ച് സെറ്റ് ചെയ്ത് കുറച്ച് നേരം സെറ്റ് ചെയ്ത് എടുക്കണം. ഇവന്മാർ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് സെറ്റായിട്ട് വരണം കേട്ടോ. ടൈം കുറച്ചെടുക്കും, വിറക് കുറച്ച് പോവും. എന്നിരുന്നാലും നമ്മളിതിൻ്റെ ലക്ഷ്യം കണ്ടേ ഇറങ്ങും. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടത്. നമ്മൾ 2 തവണ അതിൻ്റെ ഇടയിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ പറഞ്ഞിട്ടില്ല, മാറ്റി കാണിക്കാം. ഗ്രേവി ഇങ്ങനെ തിക്കായി വരുന്നുണ്ട്. ഈ ഗ്രേവി ഇപ്പൊ കഴിക്കണം മക്കളെ, എന്തൊക്കെ ടേസ്റ്റ് എന്നറിയോ? സത്യം, ഈ ഗ്രേവി മാത്രം 2 പൊറോട്ട ഉണ്ടല്ലോ, നല്ല സെറ്റ് പൊറോട്ട, നല്ല 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 മുരിഞ്ഞ നല്ല അടിപൊളി പൊറോട്ട കിട്ടിയാണല്ലോ. ഗ്രേവി വെച്ചാൽ വേറെ ലെവലാട്ടോ. അപ്പോൾ നമ്മൾ സംഭവം ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ വീണ്ടും വേവ് കുറവ് തന്നെയാണ്. അതായത് ഗ്രേവി സെറ്റായി വരുന്നുണ്ടെന്ന് മാത്രം, വെന്തിട്ടില്ല. 3 മണിക്കൂറല്ലായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെയും കുറേശ്ശെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതൊരു ലോങ് പ്രോസസ്സാണ്, നമുക്കൊരു ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പരിപാടികൾ നോക്കട്ടെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ബാക്കി കാണിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ 9 മണിക്കൂർ 7 മണിക്കൂർ അല്ലേ, 7 മണിക്കൂറിന് ശേഷം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ പോത്തും കാര്യം കണ്ട, ഗ്രേവി കണ്ട. നമ്മൾ കണ്ടത് കുറച്ച് പൊറോട്ട മേടിച്ചിട്ടുണ്ട്. ആ പൊറോട്ടയുടെ കൂടെ പിടിക്കാൻ പോവാണ്.
എന്താ അവസ്ഥ എന്നറിയില്ല. ഇവരെ മോസ്റ്റ് വെയിറ്റിങ്സ് ആണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ മജ്ജയാണ് കേട്ടാ. കാണാൻ പറ്റണമെന്ന് അറിയില്ല. അതാണ് ഇതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യണേ. സെറ്റ് ഉണ്ട്. ഇതിൻ്റെ ഗ്രേവിയാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നണേ. ഇൻ കേസ് പോത്തുങ്കാല് പാളിയാലും ഗ്രേവി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പാളി ഉണ്ടോന്ന് അറിയില്ല. ഉണ്ടാ അപ്പോൾ ബാക്കി നമുക്ക് ഫുഡ് അടിക്കണ വീഡിയോയിലേക്ക് പോവാം. അപ്പം അങ്ങനെ മണിക്കൂറുകളിലെ എന്താ പറയുക കാത്തിരിപ്പിന് ശേഷം നമ്മൾ ആ മൊമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എത്തിയിരിക്കുകയാണ്. ഓക്കെ, നല്ല പൊറോട്ടയും പോത്തുങ്കാലും. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ പൊറോട്ട അങ്ങനെ പൊട്ടിച്ചിട്ട് നോക്കട്ടെടാ. സത്യം പറഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ടില്ല. നോക്കി നോക്കാം. ഞാനൊരു പീസ് പോത്തുങ്കാലിൻ്റെ കിള്ളിയിട്ട് ശരി എന്താ പൊന്നോ അടിപൊളി സ്വർഗം. അടുത്തായിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്ന മറ്റേ സംഭവം എന്താ അറിയില്ലേ, വേറെ എടുക്കുക പോകുന്നല്ലാടോ. ഓ ചൂടാടോ, പൊറോട്ട കൊണ്ട് പിടിക്കട്ടെ. എന്തായാലും ഇതൊക്കെ ഞാൻ തിന്നും. ഓക്കെ, ചൂടുള്ളതുകൊണ്ടാണേ. ഇങ്ങനെ പിടിച്ച് നോക്കട്ടാ. നെയ്യുണ്ട്. ആ വന്നു മോനെ. ഇതൊക്കെ എടുക്കണു. നോക്കട്ടെ, കഴിച്ചോട്ടെ. ഇങ്ങനെ കുറച്ചെടുത്ത് ഇതുപോലെ ഒരു ഫീലിംഗ് അറിയില്ല മക്കളെ. സൂപ്പർ. അപ്പോൾ എങ്ങനെയോ ആദർശമായിട്ട് പോത്തുകൾ കിട്ടി, വെച്ചു. സംഭവം സക്സസ് ആയിന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ വീട്ടുകാരെ എന്താ പറയണമെന്ന് അറിയില്ല. അപ്പോൾ സംഭവം സെറ്റാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ. ബൈ.